അമ്മേ ഇത് കൂടി എടുത്തോട്ടോ. ഞാനിതിപ്പോ വന്നു. ഞാൻ വന്നതേ ഉള്ളൂ. ഇതൊക്കെ ആരാ സെറ്റ് ചെയ്തേ? ഞങ്ങൾ എല്ലാരും കൂടി അങ്ങനെ സെറ്റ് ചെയ്തു. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് താൻ കിടന്ന് ഓടണ്ടേ? മോളെ, ഇതെല്ലാം ചെയ്തതിന്റെ മെയിൻ ഉത്തരവാദി എന്റെ കൂടെ വരുന്ന ആളാ. ആഹാ, മുത്തശ്ശിയോ? മുത്തശ്ശിയോട് വിശ്രമം വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? ഈ പറയുന്ന ഡോക്ടർ അയാളുടെ വീട്ടിൽ പണിയൊന്നും എടുക്കില്ലേ? അത്യാവശ്യം എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി വെക്കുന്നതിനെ അല്ല പണിയെടുക്കാന്ന് പറയുന്നത്. കേട്ടല്ലോ. കഠിനമായ ജോലികളൊന്നും ചെയ്യില്ലെന്ന അതാദ്യം മനസ്സിലാക്ക. പിന്നെ ന്യായീകരിക്കാൻ പോയാ കണിമംഗലത്തെ ജയഭാരതിയെ വെല്ലാൻ ആരും ഇല്ലല്ലോ. വിട്ടുകളയടി, അല്ലാണ്ട് എങ്ങനെയാ ഒരു മനസ്സമാധാനം ഉണ്ടാവുക? എടോ, താൻ ഇനി വൈകിയിരുന്നെങ്കിലേ ഞാൻ ചിലപ്പോ ഈ ഫുഡ് എടുത്ത് പുറത്തു കൊണ്ടുവന്നേനെ. എന്നിട്ടത് എവിടെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു? അത് പിന്നെ തന്നെ ഫോണിൽ വിളിച്ച് ലൈനിൽ നിർത്തിയാ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു തവണ പോയിരുന്നെങ്കില് പിറ്റേ ദിവസം സ്ഥിരമായിട്ട് പോവായിരുന്നു അല്ലേ? ആ ആഗ്രഹം ഭഗവാന് പോലും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാ കൃത്യസമയത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. മോള് പോയ കാര്യം എന്തായി? ഇപ്പൊ പറയുന്നത് എന്താ ശരിയാവില്ല അമ്മ. ഞാൻ ഈ ഭക്ഷണമൊക്കെ കൊടുത്തു വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പറയാനുണ്ട് അമ്മ. ഞാൻ പോയിട്ട് വരാം. മുത്തശ്ശി വരുന്നുണ്ടോ? ഞാൻ വന്നാ നീ എന്നെ കൊണ്ടുപോവോ? അതെ, അസുഖമൊക്കെ മാറി നല്ല ഉഷാറായിട്ടിരിക്കും. അപ്പൊ കൊണ്ടുവന്ന കാര്യം നമുക്ക് പരിഗണിക്കാം. അമ്മ പോട്ടെ. ചേച്ചി, അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഒന്നുമില്ല സാറേ, ഒരു കുഴപ്പം ഉണ്ടായില്ല. ഈശ്വര, ഈ ഓട്ടപ്പാച്ചിലുള്ള കൂലി എന്റെ കുഞ്ഞിന് കൊടുത്തേക്കണേ.